തിരുവല്ല കടപ്ര ഗ്രാമപഞ്ചായത്തിൽ പരുമല ഉഴത്തിൽ കോണലിൽ ആന്റണി സേവ്യറിന്റെ മകൻ 28-കാരനായ മാത്യു കെ ആന്റണിയാണ് അപകടത്തെ തുടർന്ന് കഴിഞ്ഞ 568 ദിവസമായി തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. 2011 ഒക്ടോബർ 25-ാം തീയതി രാത്രി 7:30 ബൈക്കിൽ സഞ്ചരിക്കവേ പാണ്ടനാട് വച്ചാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിന് കുറുകെ ചാടിയ നായയെ ഇടിച്ച് മാത്യു ബൈക്കിൽ നിന്നും തെറിച്ച് മതിലിൽ ഇടിച്ച് തലയ്ക്ക് ഗുരുതരമായ പരിക്ക് സംഭവിക്കുകയായിരുന്നു. റോഡിൽ കിടന്ന യുവാവിനെ ഒരു മിനി ബസ് ഡ്രൈവറാണ് പരുമല ആശുപത്രിയിൽ എത്തിച്ചത്. അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായതിനെ തുടർന്ന് തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിൽ എത്തിച്ചു. ഉടൻ തന്നെ തലയ്ക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തി. വെന്റിലേറ്ററിൽ പ്രവേശിച്ച മാത്യുവിന് വീണ്ടും തലയോട്ടി ഇളക്കി 3 ദിവസത്തിന് ശേഷം ശസ്ത്രക്രിയ നടത്തുകയുണ്ടായി. 58 ദിവസം വെന്റിലേറ്ററിൽ കഴിച്ചുകൂട്ടി. 82 ദിവസത്തോളം ICUവിൽ കിടന്നു. തലയുടെ വലതുഭാഗത്താണ് ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നത്. പൂർണ്ണമായും ചലനശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടിരുന്നു. ദീർഘനാളത്തെ ചികിത്സയെ കൊണ്ട് വലതു കൈക്ക് കുറച്ചു ചലനശേഷി ലഭിച്ചു. മരുന്നുകളോടെ പ്രതികരിക്കുന്നതിനും തുടങ്ങി. ശ്വസിക്കുന്നതിന് സാധ്യമാകുന്നതിനെ തുടർന്ന് തൊണ്ടയിൽ ട്രാക്കിയോസ്റ്റോമി നടത്തിയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. ചികിത്സയെ തുടർന്ന് സ്വാഭാവികമായി ശ്വസിക്കാൻ മാത്യുവിന് കഴിഞ്ഞു. എന്നാൽ കുറച്ചു നാൾ മുമ്പേ നെഞ്ചിൽ കഫം നിറഞ്ഞതോടെ വീണ്ടും സ്വാഭാവികമായി ശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു ചേർന്നു. ഇൻഫെക്ഷൻ ആയതിനെ തുടർന്ന് വീണ്ടും ICUവിൽ പ്രവേശിപ്പിച്ചു. 4 ദിവസം മുമ്പാണ് റൂമിലേക്ക് മാറ്റിയത്. മത്സ്യത്തൊഴിലാളിയായിരുന്ന പിതാവ് മകൻ്റെ ചികിത്സാർത്ഥം വീട് വരെ വിൽക്കേണ്ടി വന്ന അവസ്ഥയിലാണ്. അവനെ പുറത്തുറങ്ങിയിട്ട് ഒരു 2 മാസത്തിന് മുമ്പേ മുതൽ അവനെ സംസാരിക്കാനൊക്കെയുള്ള നന്നായി ഓർമ്മയിൽ നിന്നല്ല, പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെ ആയിരുന്ന കൂടുതൽ ഇപ്പം അവർ പെട്ടെന്ന് കഫം കയറി നെഞ്ചത്ത് തിങ്ങിയിട്ട് കഫക്കെട്ട് കൂടി ഇൻഫെക്ഷനായി വീണ്ടും അവനെ ICUവിലോട്ടാക്കി 10 ദിവസം വെന്റിലേറ്ററിൽ, അങ്ങനെ 12-ാം ദിവസം വീണ്ടും ICUവിൽ ഇപ്പോൾ കുറച്ച് നോർമലായപ്പോൾ റൂമിലേക്ക് മാറ്റിയിരിക്കുക. അതോടെ നോർമലായിക്കൊണ്ടിരിക്കുകയാണ്. BA ബിരുദധാരിയായ മകൻ പരുമലയിൽ സ്റ്റുഡിയോ ആരംഭിച്ച് 6 മാസം ആകുമ്പോഴാണ് ദുരന്തത്തിൽപ്പെട്ടത്. ന്യൂറോ സർജന്മാരായ ഡോക്ടർ ഡൊമിനിക് ആന്റണിയും ഡോക്ടർ രാജ്പോൾ മാഞ്ഞൂരാൻ്റെയും നേതൃത്വത്തിലാണ് ചികിത്സ തുടരുന്നത്. മെയിൽ നേഴ്സായ ടെറൻസ് മധുപുരം മാത്യുവിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഒപ്പമുണ്ടാകും. പ്രതീക്ഷ കൈവിടാതെ മാത്യുവിൻ്റെ പിതാവ് ആന്റണിയും മാതാവ് ലിസിയും മകൻ്റെ ചികിത്സയ്ക്ക് എങ്ങനെ പണം ഇനിയും കണ്ടെത്തും എന്ന ധർമ്മസങ്കടത്തിലാണ്. ഇപ്പോൾ ഇവർ കാത്തിരിക്കുകയാണ് സ്വമനസ്സുകളുടെ സഹായഹസ്തത്തിനായി. ഇതിനായി മാത്യുവിൻ്റെ പിതാവായ ആന്റണി സേവ്യർ MCയുടെ പേരിൽ ഫെഡറൽ ബാങ്ക് മാന്നാർ ശാഖയിൽ 11310100155142 എന്ന അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവല്ല.